ഫ്രണ്ട്സ്, എല്ലാവരും ഓണം നല്ലപോലെ ആഘോഷിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് നാളായിട്ട് വീഡിയോകളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് വെറൈറ്റി ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അഴീക്കലിൽ നിന്ന് യാടിയിൽ നിന്ന് ബോട്ട്, നിങ്ങൾ ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ശ്രീനിവാസ എന്ന ബോട്ട് ഇന്ന് വെള്ളം തൊടുകയാണ്. അതായത് നമ്മൾ കായലിലേക്ക് ഇറങ്ങി ഇപ്പം ഇന്നൊരു റൗണ്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കുന്നു. ഇന്ന് കടലിൽ പോകുന്നില്ല, അതിൻ്റെ സമയം മറ്റൊരു ദിവസമാണ്. അപ്പോൾ അതിനാൽ അതിൻ്റെ വീഡിയോ നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ എത്തി, 10:30 സമയം. അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളും അതിൻ്റെ രീതികളും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഇതാണ് യാർഡ്. നമ്മളുടെ വർക്കുകളെല്ലാം കഴിഞ്ഞ് ബോട്ട് റെയിലിൽ കയറിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും തീർത്ത് വെള്ളത്തിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. ഫൈനൽ റൗണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഒക്കെ ചെയ്യാനുണ്ട്. സൈഡിൽ ടയർ ഇട്ട് അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ സമയം 10:20 അടുപ്പിച്ച് ഇത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാം. ശരിക്കും ഒരുപാട് പേരുടെ കഷ്ടപ്പാട്, പ്രാർത്ഥന, ആത്മാർത്ഥത, ഇതിനെല്ലാം സന്തോഷം പകരുന്ന ഒരു ദിവസമാണെന്ന്. വിഘ്നങ്ങളെല്ലാം മാറ്റിത്തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു തേങ്ങ ഉടച്ചുകൊണ്ട് നമ്മുടെ ശ്രീനിവാസ ബോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം അവസാനിച്ചു. ഏകദേശം സമയം 10:18. ഇപ്പം ഏതാനും നിമിഷങ്ങൾക്കകം ഇത് വെള്ളം തൊടുന്നതായിരിക്കും. നിങ്ങൾക്ക് കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇതാ തുടങ്ങിയായി. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായി നമ്മളുടെ ശ്രീനിവാസ ബോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഇത് കടലിൽ പോകുന്നില്ല. അതിൻ്റെ സമയം മറ്റൊരു ദിവസമാണ്. അതിൻ്റെ വീഡിയോ അടുത്ത പാർട്ടായിട്ട് തന്നെ ഇടും. ഇപ്പോൾ ഇത് ഇവിടെ യാർഡിൻ്റെ അടുത്ത് തന്നെ നമ്മളിപ്പോൾ അടുപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ആൾക്കാരും എല്ലാം, ഇതിൻ്റെ റിലേറ്റീവ്സ്, കാര്യങ്ങൾ, ഫ്രണ്ട്സ് എല്ലാവരും കയറും. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ സഹോദരനും എൻ്റെ കൂട്ടുകാരനുമായ ശരത്തേട്ടനെ ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇതിവിടെ അടുപ്പിക്കുകയാണ്. ഇതിനുശേഷം കുറച്ച് ആഹാരം കഴിപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, അത്രയ്ക്കും തിരക്കായിപ്പോയി. അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി ബോട്ടിനകത്തെ കാഴ്ചകൾ കുറച്ച് കണ്ടതിന് ശേഷം ഇന്നത്തെ ദിവസം കായലിൽ ഒരു റൗണ്ട് അടിച്ചിട്ട് നമ്മൾ തിരിച്ചു വരും. 17-ാം തീയതി രാവിലെ 10:30 ഇതിൻ്റെ വല നനയ്ക്കൽ എന്ന ചടങ്ങ്. ഇന്ന് ജസ്റ്റ് ഇവിടുന്ന് അടുത്ത് നമ്മളുടെ അഴീക്കൽ വരെ ഒന്ന് പോയി, കടലിലോട്ടില്ല, കായലിലൊരു റൗണ്ട് അടിച്ച് ഇങ്ങനെ തിരിച്ചു വരിക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും കാര്യങ്ങളും എല്ലാം കയറി കഴിഞ്ഞു. ബോട്ടിൽ ഏകദേശം ഒരു 300 ബ്ലോക്ക് ഐസ് അത്രയൊക്കെ കയറും. പിന്നെ ഡീസൽ കപ്പാസിറ്റി ഏതാണ്ട് 5000 ലിറ്ററാണ് കപ്പാസിറ്റി. ഏകദേശം ഒരു ബോട്ട് കടലിൽ പോകുമ്പം ഒരു 4000 ലിറ്റർ ഡീസലൊക്കെ ഉണ്ടാവും. ബോട്ടിൻ്റെ എൻജിൻ സൈഡ് റൂമാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ താഴേക്ക് ഇറങ്ങാം, പക്ഷേ അത്രയ്ക്ക് പക്വതയും ഈ പറയുന്ന കൂട്ട് എക്സ്പീരിയൻസും ഇല്ലാത്തതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ടയർ കെട്ടലും അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഇതിൻ്റെ ജോലിക്കാർ ഇത്തിരി തിരക്കിലാണ്. ഓരോ പ്രാർത്ഥനയും ഓരോ കാര്യങ്ങളും റിച്വൽസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇപ്പം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ബോട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ അഴീക്കൽ ഭാഗത്തേക്ക് പോകും. ശരിക്കും ഈ ബോട്ടിൻ്റെ പണി നടക്കുന്ന സമയത്ത് യാർഡിൽ ഞാനിതിന് മുമ്പ് ഒരുപാട് വട്ടം വന്നിരുന്നു. ഒരു സ്കെൽറ്റൻ സ്റ്റേജിൽ നിന്ന് കുറേയൊക്കെ പ്രോഗ്രസ് ചെയ്തതിന് ശേഷം ഞാനിവിടെ വരികയും സ്ഥിരം ഇത് കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി വളരെ ആകാംക്ഷയോടെ ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം.
അങ്ങനെ ഓരോ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പം ഏകദേശം സൈഡിൽ കെട്ടാനുള്ള ടയറുകൾ കാര്യങ്ങളും എല്ലാം കെട്ടി തീരാറായി. നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടുന്ന് യാത്ര തിരിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മളുടെ യാത്ര ആരംഭിക്കുകയാണ്. ശരിക്കും എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഒരു ബോട്ടിൽ ഇതേകൂട്ടി യാത്ര ചെയ്യുന്നത്. അത് വീഡിയോ പകർത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ കാണിക്കുന്നതിലും അതിയായ സന്തോഷമുണ്ട്. ജസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇപ്പം ഏറ്റം സമയമാണ്. അപ്പം ഏറ്റം സമയം എന്ന് പറഞ്ഞാൽ വെള്ളം കയറുന്ന സമയമാണ്. അപ്പം വെള്ളം നല്ലപോലെ കയറി കിടക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 3 പാലത്തിൻ്റെ അടിയിൽ കൂടി പോകും. ഒന്ന് നമ്മുടെ അമൃത സേതു, പിന്നെ അഴീക്കൽ പാലം, ആയിരത്തെങ്ങ് പാലം, അങ്ങനെ 3 പാലം നമ്മൾ കടന്നു പോകും. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് നല്ല ഭംഗിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ശരിക്കും ഈ ഓണം സമയമായതുകൊണ്ടാണ് ബോട്ടുകളെല്ലാം അടുത്ത് കിടക്കുകയാണ്. അപ്പോൾ ആരും ഇപ്പോൾ പോകുന്നില്ല. ആരും പോകുന്നില്ലെന്നല്ല, പോകുന്ന ബോട്ടുകളുണ്ട്. പക്ഷെ ഭൂരിഭാഗം ബോട്ടുകളും ഇവിടെ അടുപ്പിച്ചിരിക്കുകയാണ്. ബോട്ടിലുള്ള ബാക്കിയുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് കാര്യങ്ങളെല്ലാവരും ക്യാബിനിലാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങി ബോട്ട് നീങ്ങി തുടങ്ങിയല്ലോ. അപ്പം ഫോട്ടോ എടുപ്പും കാര്യങ്ങളും എല്ലാം നടക്കുകയാണ്. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മുടെ ആയിരത്തെങ്ങ് പാലമാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും സമയമാണ്. ഏറ്റവും സമയമായതുകൊണ്ടും പിന്നെ ഈ പാലം ഇത്തിരി ഹൈറ്റ് കുറവാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പം 300 ബ്ലോക്ക് ഐസ് അല്ലെങ്കിൽ 4000 ലിറ്റർ ഡീസൽ ഇതൊക്കെ കയറുമ്പോഴത്തേക്ക് ബോട്ട് കുറച്ചുകൂടി ഇരിക്കും താഴോട്ട്. അപ്പം സുഖമായിട്ട് പോകാം. അപ്പോൾ ഇപ്പോൾ ഇത് ജസ്റ്റ് കടലിൽ പോകുന്നില്ലല്ലോ, ജസ്റ്റ് കായലിലൊന്ന് കറങ്ങി വരിക എന്നുള്ളതേ ഉള്ളൂ. അതിനാൽ ബോട്ടിൽ അത്ര ഐസ് ഇല്ല ബോട്ടിൽ. പിന്നെ ഡീസലും അത്രയില്ല, ഏകദേശം ഒരു 80 ലിറ്റർ ഡീസലൊക്കെ വരത്തുള്ളൂ. ഈ പാലത്തിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് അതിനുശേഷം ഫ്രണ്ട് അങ്ങോട്ട് കയറിയതിന് ശേഷം നല്ല സ്പീഡിൽ ഫ്രണ്ടിലോട്ട് എടുക്കും. ആ സമയത്ത് ബാക്ക് വശം ഒന്ന് ഇരിക്കും. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ടാക്ടിക്സ്. അപ്പോൾ അത് ഏകദേശം അടുത്തെത്താറായി. നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം. ശരിക്കും ക്യാബിനകത്ത് നിറച്ച ആൾക്കാരാണ്, അതുകൊണ്ടാണ് ക്യാബിനകത്ത് പോയി ആ ഒരു വ്യൂ കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് കടലിൽ പോകുന്ന സമയത്ത് ഞാൻ ക്യാബിനകത്തെ വീഡിയോസ് കാണിക്കാം. ദേ പാലം നോക്കി എത്ര അടുത്തുകൂടെയാണ് പോകുന്നതെന്ന്. ശരിക്കും ക്യാബിൻ്റെ ടോപ്പൊക്കെ അത്രയും അടുത്തുകൂടെയാണ്. ദേ ഇപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ബോട്ടിൻ്റെ. അങ്ങനെ നമ്മളത് കടന്നുപോയി. ഇത് നമ്മുടെ അഴീക്കൽ ഹാർബറാണ്. വീഡിയോക്ക് ക്ലാരിറ്റി ഒരു ഇത്തിരി കുറവുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നല്ല വെയിലായിരുന്നു. അപ്പം ഉച്ച സമയം നിങ്ങൾക്ക് കാണാമല്ലോ വെയിലിൻ്റെ ഇത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അറിയാതെ സ്ലോമോയിലോട്ട് മാറിപ്പോയായിരുന്നു. അതിനാണ് ഇത്രയും ഷേക്കും വീഡിയോ ക്ലാരിറ്റി ഒരു ഇത്തിരി കുറവ്. അപ്പം നമ്മളിത് ഹാർബർ കടന്ന് ഇനി അഴീക്ക പാലക്കൂടെ കടന്നാണ് നമ്മൾ പോകുന്നത്. ഹാർബറിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളൊരു കമൻ്റ് ഇടുക. ഞാൻ തീർച്ചയായിട്ടും ഒരു ദിവസം ഹാർബറിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നമ്മളുടെ എല്ലാ അഭിമാനമായ അഴീക്കൽ പാലത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അഴീക്കലോട്ട് കയറുകയാണ്. അഴീക്കൽ പാലത്തിൻ്റെ അടിയിൽ കൂടി നമ്മളിപ്പം കടലിലോട്ട് പോകുന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ജസ്റ്റ് നമുക്കിതിൻ്റെ അടിയിൽ കൂടെ പോകുന്ന വീഡിയോ കൂടി ഒന്ന് കാണാം. ഏകദേശം ക്യാബിനിലുള്ള എല്ലാവരും പുറത്തിറങ്ങി അവിടെ നമ്മുടെ കരിക്കൊക്കെ പൊട്ടിച്ച് കുടിക്കൽ കാര്യങ്ങളൊക്കെ നടക്കുന്നു. നമ്മുടെ പാലത്തിൻ്റെ അടിയിലേക്ക് ഗ്രാജുവലി മൂവ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ബോട്ട് ഇവിടെ ഇട്ട് തിരിക്കുകയാണ്. തിരിച്ചത് നമ്മുടെ അഴീക്കൽ ബീച്ചാണ്. ശരിക്കും കൊല്ലം, കരുനാഗപ്പള്ളി അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിലല്ലാത്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഏരിയ വഴി പോവുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും അഴീക്കൽ ബീച്ചൊന്ന് വിസിറ്റ് ചെയ്യണം. ഭയങ്കര ഒരു അനുഭവമാണ്. അടിപൊളി ഒരു ബീച്ചാണ്. മേ ബി എനിക്ക് പേഴ്സണലി കൊല്ലം ബീച്ചിനെക്കാട്ടിൽ ഇഷ്ടമുള്ള ഒരു ബീച്ചാണ് അഴീക്കൽ ബീച്ച്. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഇങ്ങോട്ട് വന്ന സമയത്ത് നമുക്ക് അമൃത സേതു കാണിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് കുറച്ച് ഫോട്ടോ എടുപ്പും കാര്യങ്ങളുമൊക്കെ ആയിപ്പോയി.
ഒന്ന് നമുക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് അമൃത സേതുവും കാര്യങ്ങളും കൂടെ ഒന്ന് കാണാം. നമ്മുടെ വള്ളിക്കാവ് അമൃതപുരി ആശ്രമവും അമൃത സേതുവും ഒക്കെ ഒന്ന് കണ്ട് നമുക്ക് യാത്ര തുടരാം. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂട്ടുന്നില്ല, അതുകൊണ്ട് നേരെ നമുക്ക് വള്ളിക്കാവ് തന്നെ കാണാം. വള്ളിക്കാവ് ആശ്രമമാണ്. ഇതാണ് അമൃത സേതു പാലം. ഇത് നല്ല ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത്. ഇതൊന്നും ഒരു പ്രശ്നമില്ല, ഈസി ആയിട്ട് കടന്നു പോകും. നമ്മൾ അഴീക്കൽ പാലം കണ്ടല്ലോ, അതിൽ ശരിക്കും ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് രാത്രിയിൽ മനോഹരമാണ്. ഇപ്പോൾ ഈ അഴീക്കൽ പാലമൊക്കെ വരുന്നതിന് മുമ്പ് അമൃത സേതു വന്നിട്ട് നിങ്ങൾക്കറിയാമല്ലോ, കുറേ വർഷങ്ങളായി. അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ സമയത്തും മറ്റ് ആഘോഷങ്ങൾ നടക്കുന്ന സമയത്തും ഈ പാലം ഡെക്കറേറ്റ് ചെയ്യും ലൈറ്റ്സൊക്കെ ഇട്ടിട്ട്. അപ്പം നൈറ്റിൽ ഒരു വ്യൂ ഉണ്ട്, മനോഹരമായ ഒരു കാഴ്ചയാണ്. ഞാൻ നോക്കട്ടെ, ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാം. അതേ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇപ്പുറത്ത് കടന്നു. അപ്പോൾ ഇനി നേരെ യാർഡിൽ തന്നെ കൊണ്ടുപോയി അടുപ്പിക്കും. അപ്പം നാളത്തെ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, റോപ്പ് കൈമാറൽ, അങ്ങനെ കുറേ ചടങ്ങുകൾ കാര്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് അടുത്ത പാർട്ട് 2 ആയിട്ട് ഇടാം, ഇല്ലെങ്കിൽ ലെങ്ത്ത് വല്ലാണ്ട് കൂടിപ്പോവും. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് സ്രാങ്കിൻ്റെ ലോകം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ടേക്ക് കെയർ. ലവ് യു.